സൗന്ദര്യ ഞാൻ കാത്തിരിക്കാൻ മോളെ, നമുക്ക് അങ്ങോട്ട് വന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ കേസിന് ശേഷം ഒരാൾ ഏതാനും ദിവസം ജയിലിലായിരുന്നു, മറ്റൊരാൾ മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നു. സൈബർ ഇടങ്ങളിലെ കമൻറ്റ് ഹണി റോസിന് സന്തോഷമായില്ല എന്നാണ്. ഹണി റോസിന് ശരിക്കും സന്തോഷം തന്നെയാണോ? ഒരിക്കലും സന്തോഷമല്ല. നമ്മൾ കള്ളം പറയുമ്പോൾ ആലോചിച്ച് വേണം പറയാം. യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ്. ഇതൊന്നും എനിക്ക്, പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ ഒരാളുമല്ല. എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല. വേറെ ഒരാളെയും ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇവനൊരു വാക്കുകൊണ്ട് പോലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്ത, എന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഭയങ്കര ചിരിച്ച മുഖമായിട്ടേ കാണാൻ പറ്റുള്ളൂ, ഏത് സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നു പോയാലും. കാരണം അങ്ങനെ മനസ്സമാധാനവും സ്വസ്ഥതയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു അവിടെ നിവൃത്തിയോട് കൊണ്ട് ചെയ്തു പോയി എന്നതിന് അപ്പുറത്ത് അവർ അനുഭവിക്കുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. ഒരിക്കലും ഇല്ല. അങ്ങനെ എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ? ഈ ഉദാഹരണം ഈ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാവണം എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. തീർച്ചയായിട്ടും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം സാർ എൻ്റെ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ആ കേസ് കൊടുത്ത ആ സമയത്ത് എൻ്റെ FBO ഇൻസ്റ്റയോ ഒക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ, കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുണ്ട്, ഇത്രയും വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷൻ വേറെ കാണില്ല. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഹണി ഒരു നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായിപ്പോയി. വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ബുദ്ധി, ഞാൻ വിചാരിച്ച പോലല്ല, സാധിക്ക് ബുദ്ധിയുണ്ട്. സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞതും മോശമായി, ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണ്. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ, അല്ല ഒരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ വിഷയം. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ.